എന്റെ അഭിപ്രായത്തിൽ നിന്ന് രേണു ചേച്ചി പോകുന്നതാണ് ഇവിടെ എല്ലാരും പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ പറയുന്നുണ്ട് പ്രണയത്തിന്റെ സിമ്പിളാണ് റെഡ്. അതും കൂടെ അല്ലേ ഫുൾ ചുവന്ന കളറിലാണ് റെഡ് പിടിച്ച കളർ. അതിന്റെ ഫ്രണ്ട് അവള് പറഞ്ഞ റെഡ് നിനക്ക് നന്നായിട്ട് ചെയ്യും അങ്ങനെ ഇട്ടതാണ്. ഫോട്ടോഷൂട്ട് വന്നായിരുന്നല്ലോ അല്ലേ? നല്ല രീതിയിൽ വൈറലായിരുന്നു അത്യാവശ്യം. അത് ആതിര എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചിയാണ്. അവരാണ് ചെയ്യുന്നത്. അവരെന്നെ മുന്നേ ചെയ്തിട്ടുണ്ട് നല്ല. പടത്തിന്റെ പേരൊന്ന് അതിനെ കുറിച്ച് പ്ലാനിനെ പറ്റി പറഞ്ഞ നല്ല പ്ലാനോട് കൂടി ചെയ്ത ഒരു വർക്കാണ് പ്ലാൻ. അപ്പൊ ഇതിന്റെ അടുത്ത മാസം ഷൂട്ട് തുടങ്ങും. എല്ലാരും സപ്പോർട്ട് ചെയ്യുക. എന്റെ ക്യാരക്ടർ പറഞ്ഞായിരുന്നു, പറയണ്ടല്ലോ. നല്ലൊരു ക്യാരക്ടറാണ്. എനിക്കൊന്ന് പ്രതീക്ഷാന്ന് തോന്നുന്നു. പ്രതീക്ഷ ഞാനും എനിക്ക് എന്റെ പ്ലാൻ ഒഴുക്കിനനുസരിച്ച് വരുന്ന പോലെ എങ്ങനെ അങ്ങ് പോകുന്നതുള്ള പ്രത്യേകിച്ച് ഇന്ന പ്ലാൻ ചെയ്യണം എന്നൊന്നുമില്ല. വരുന്ന പ്ലാൻ അപ്പം നടപ്പിലാക്കും. അതാണ് എന്റെ പ്ലാൻ. ഈ പ്ലാൻ ഏത് പ്ലാനാണ് നമുക്കറിയില്ല. ഈ പ്ലാൻ നമുക്ക് അടുത്ത മാസം ഷൂട്ട് കഴിഞ്ഞ് സിനിമ റിലീസ് ആകുമ്പോൾ അറിയാം എന്ത് പ്ലാനാണ്. സസ്പെൻസ് ആണ്. രേണു ചേച്ചി എന്തായാലും ഇതിലൊരു ശക്തമായ കഥാപാത്രമാണ്. വെറൈറ്റി ആണ്. ഞാനും പ്രതീക്ഷയും കോംബോയാന്ന് തോന്നുന്നു. നമ്മൾ എന്തായാലും ശക്തമായിട്ടുള്ള ക്യാരക്ടർ തുടരെ. അതാണ് ഞങ്ങൾക്ക് ഏതായാലും താരജോഡികൾക്കുള്ള അവാർഡൊക്കെ കിട്ടിയല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങനെ പോവാ. കണ്ടിന്യൂ. സർക്കാരിന്റെ അവാർഡുകളൊക്കെ കിട്ടിയില്ലേ? സർക്കാരിന്റെ വേദിയിൽ കണ്ടിരുന്നു. സർക്കാരിന്റെ വേദിയല്ല, ICC എന്ന് പറയുന്നത്. അല്ല, ICC എന്ന് പറയുന്നൊരു ഒരു അവാർഡാണ്. ഇത് മന്ത്രിയാണ്, അദ്ദേഹം സാറാണ് പറഞ്ഞത്. അപ്പൊ വിമർശനങ്ങള് കുറെ കമന്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഇതിനും വരുമല്ലോ, ഇതിന്റെ താഴെയും കമന്റ് വരുമല്ലോ. നമുക്ക് വിഷയം. അതൊരു വലിയൊരു അംഗീകാരമായി. രേണു ചേച്ചി മലയാള സിനിമയില് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു ചേച്ചി. അതേ ഒരു സ്നേഹം പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്നുണ്ട്. അതിനോട് തീർച്ചയായിട്ടും എനിക്ക് അമ്മമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കങ്ങനൊന്നും അറിയില്ല, സത്യമായിട്ട് എനിക്കങ്ങനൊന്നും അറിയില്ല. സന്തോഷം, ഒത്തിരി സന്തോഷം. മഞ്ജു ചേച്ചിയെ പോലെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ വാരുന്നാന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരിക്കലും അല്ല. കൊറേ ഉണ്ട്, ഒരു 5-6 ഉണ്ട്. എല്ലാം നല്ല അവാർഡ്. എനിക്കൊരു മുട്ടായി ആരും മേടിച്ചു തന്നാലും അതെനിക്ക് ഏറ്റവും വലുതായിട്ട് കരുതുന്ന ഒരാളാണ്. എനിക്ക് കുറെ അവാർഡ് കിട്ടി. എല്ലാം ഇങ്ങനെ ഭദ്രമായിട്ട് വെച്ചേക്കുവാണ്. ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചേച്ചി വന്നിട്ട് മഴ പെയ്യുന്നു. വൈശാലിയായിട്ട് വന്നോണ്ട് മഴ ശുഭ ശകുനമാണ്. വൈശാലിയുടെ മറ്റേ ആളുടെ പേരെന്താ? അതൊക്കെ എനിക്കറിയാം. അങ്ങനെ തന്നെ, അത് തന്നെ. മഴ പെയ്യുന്നു. ശൃംഗം വന്നില്ല, പ്രതീക്ഷ പറഞ്ഞതല്ലേ. ചേച്ചി എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ ഗന്ധർവൻ, മറ്റേ നമ്മുടെ അതിന്റെ പേര് വിട്ടു. നായകന്റെ പേരെന്നാ ആർക്കെങ്കിലും അറിയോ? ഞാൻ ഗന്ധർവല്ലേ? നിതീഷ് അല്ലേ? ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ഗണേശ്വരാസെന്ന് ഓർക്കും. അതുകൊണ്ടാണ് മതി എന്ന് പറഞ്ഞല്ലേ. ദാസേന്റെ വോയിസ് ആണ്. ആണോ? ദാസേന്റെ വോയിസ് പോലെ സന്തോഷമായി. എനിക്കൊരു പടം ചെയ്യുന്നുണ്ട്. ഞാൻ പാടിയെന്ന് കേൾക്കുന്നുണ്ട്. ആൽബത്തിലെ പാട്ട് പാടി പാടി മടുത്ത്. ഏത് ആൽബത്തിലെ? കുറെ ആൽബം ഉണ്ടല്ലോ. ആലപ്പിക്കാരന്റെ ഒരു ആൽബം ഞാനും പേരേക്ക് ഒരു പ്രൊമോഷൻ ചെയ്തിരിക്കണം. കുട്ടനാടെന്നുള്ള പുള്ളിയുടെ ആലപ്പി. കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയില. ഒരു 10,000 തെറിയായിരുന്നു ഞങ്ങളെ പാട്ട് പാടുന്നത്. അപ്പൊ അത് മാറി. കാരണം ചേച്ചി അവരുടെ കൂടെ വർക്ക് ചെയ്താണ് ആലപ്പുഴയിൽ വെച്ച്. ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുവരില്ലേ? ഞാൻ പറഞ്ഞു ഡാഗിനിയാന്ന് പറഞ്ഞു. അങ്ങനെ കമന്റ് വരാറുണ്ട് ചേച്ചി? ഇഷ്ടംപോലെ വരാറുണ്ട്. ഡാഗിനിയാണ് എനിക്കിഷ്ടമാണ്. ഡാഗിനിയാണ് നമ്മള് കുഞ്ഞിലോട്ടെ അവരുടെ ഡാഗിനിയുടെ കുട്ടികളൊക്കെ ഫാൻസാണ് ഞാൻ. ചേച്ചി നോർത്തിൽ നിന്ന് ചേച്ചി ഫാൻസ് ഉണ്ടോ?
ഏത് കർണാടക? പിന്നെ ഓ എന്റെ പൊന്നടാ. എനിക്കറിയില്ലടാ, കാണുമായിരിക്കും. ദേവ് ചേച്ചി, ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് എവിടുന്ന കിട്ടിയത്? പുള്ളീന്ന് കിട്ടി എന്തോ.